ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. സൂപ്പർ. പേഴ്സണലായിട്ട് പറയുക, ഇതിനും മേലെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു മേമ മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാമൻ്റെ വീട്ടിൽ ചെറുതായിട്ട് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേമ ഇലക്ഷനിൽ നിന്ന് വിജയിച്ചു. അപ്പോൾ ആൾക്ക് ഒരു സ്വീകരണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ ചേച്ചിമാർ, അനിയത്തിമാർ, അവരുടെ മക്കള്, മാമന്മാര്, അങ്ങനെ എല്ലാവരും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആളെ ഒരു പൊന്നാടയൊക്കെ അണിയിച്ച് സ്വീകരിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. കൊടകര ബ്ലോക്കല്ലേ? കൊടകര ബ്ലോക്കിലേക്ക് നിന്നിട്ടാണ് വിജയിച്ചേക്കണേ. അപ്പോൾ ചെറിയൊരു സ്വീകരണം. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് അവിടെ കാണാം. അരങ്ങത്ത് മുൻനിരയിൽ മുറുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ണാൽ പുറത്തിയെ കടാക്ഷിക്കും കരാനാഥൻ മാർക്കുനേരെ ഇരൽ ചൂണ്ടി പറയുന്നു. നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ? നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുത്തില്ലേ? നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഇനി ചടങ്ങിലായിട്ട് പൊന്നാട അണിയിക്കലാണ്. അമൃത സുനിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ അച്ചുവാപ്പനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേണ്ടി മണിയച്ചയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത്ര 707 വോട്ടിന് വിജയിച്ചതിന് ഇതിൽ ഒരു പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി മേമ വിജയിക്കുമെന്ന് ഓൾറെഡി ഞാൻ മേമനെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മേമയ്ക്ക് എന്ത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടപ്പോ വീട്ടിലിരിക്കാൻ പറ്റില്ല, എനിക്ക് കർത്തവ്യങ്ങൾ കൂടി. ഞാൻ മേമയുടെ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ റോഡ് കണ്ട് അപ്പനെ പറഞ്ഞു, ഇനി ഈ റോഡിലേക്ക് ഞാൻ വരില്ല. എന്റെ മേമനെ ഞാൻ കുറ്റം പറഞ്ഞു. കുറച്ച് തന്നെ വന്നു. ഇനി മേയർ അതായത് ഇത് ഈ സ്ഥാനത്തിരിക്കുന്നവർ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും പ്രവർത്തിക്കുന്ന രീതിയിൽ. അത് 26 കൊല്ലമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ആ മണ്ഡലത്തിൽ വിജയിക്കാന്ന് പറഞ്ഞ നിസ്സാര കേസല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് വിജയിച്ചതിന് മേമയ്ക്ക് എനിക്ക് വാക്കുകളൊന്നും പറയാൻ പറ്റില്ല. പേഴ്സണലായിട്ട് പറയുക, ഇതിനും മേലെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു മേമ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ മക്കളെ, നിങ്ങളെ പോലൊക്കെ നിങ്ങൾ ഇത്ര തന്നെയുള്ളൂ. അതേപോലെ തന്നെ എന്റെ മേമയും നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കാം. എല്ലാം പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ ഞാനിപ്പം വരേണ്ടതാണ്. ഒരൊറ്റ ചോദ്യമാണ് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വരാൻ, ഒന്ന് കൂടെ വരണം. അതാണ്. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഓക്കേ, എടുത്തോ. ചോര വീണ മണ്ണിൽ നിന്നുതിർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി വിരിയവേ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാചകം. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം. ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കാളിന്തി ചെന്നപ്പോളോല കൈ കാലിൽ പിടിച്ചു വലിച്ചു. കാളിന്തി ചെന്നപ്പോൾ
കാലിൽ പിടിച്ചു വലിച്ചു ആളില്ല നേരത്തിൻ ഗോപാലകൃഷ്ണൻ നീലനിലാവത്ത് നീന്താനിറങ്ങി നീന്താനിറങ്ങി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പരിപാടിയില്ലേ പറയുന്ന ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. എന്താ അമ്മയ്ക്ക് തോന്നണേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നല്ലതാണ്, കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ ഒരു അനുഭവമാണ് കിട്ടിയിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഈ പൊന്നാട അണിയിക്കാനായിട്ട് നമ്മുടെ അച്ഛൻ തന്നെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നാഥനാണ്. പിന്നെ എന്തിനും നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളാണ്. ആൾക്ക് വലിയ ഇഷ്ടമാണ് എന്നെ. അതുപോലെ തന്നെ എനിക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛപ്പം വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി അച്ഛപ്പനെ വിളിച്ചു കൊണ്ടു. അപ്പൊ അത് ഞാൻ കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കണ്ടുവരികയും ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലൊരു വേദിയില് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതുപോലെ എല്ലാവരും വിളിച്ചു കൂട്ടി നല്ലൊരു പരിപാടിയാക്കി തീർത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. എന്താ ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്രയും സന്തോഷമാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇപ്പോ വാർഡിലാണ്. 25 വർഷമായിട്ടും അവിടെ കോൺഗ്രസ് തന്നെയാണ് ജയിച്ചിരുന്നത്. പിന്നെ ഞാനാണ് ഇപ്പൊ ആ ഒരു വാർഡ്, ആ ഡിവിഷൻ ഏറ്റെടുത്തത് ഞാൻ തന്നെയാണ്. 25 വർഷമായിട്ട് ഫസ്റ്റ് പ്രേമേജ് തുടങ്ങിയപ്പോ 1995 ആളാണ് ജയിച്ചത്. പിന്നെ ഇതുവരെയും ആരും ജയിച്ചിട്ടില്ല. 25 വർഷമായിട്ടും കോൺഗ്രസ് തന്നെയാണ് ജയിച്ചിരുന്നത്. അപ്പൊ അവിടെ എനിക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ്